ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാ കൂട്ടുകാർക്കും സുഖമല്ലേ? ഞാനിന്ന് മുംബൈ ജൂഹു ബീച്ചിൽ പോയ വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് വന്നിരിക്കുന്നത്. ഞങ്ങൾ എപ്പോഴും ജൂഹു ബീച്ചിൽ പോകുമ്പം 3 മണി 4 മണിയാകുമ്പോൾ പോകാറുള്ളതാണ്. ഇപ്പോൾ ഭയങ്കര ചൂടല്ലേ, ഈ സമയത്ത് നമുക്ക് ചൂടിൻ്റെ സമയത്ത് ആ ടൈമിലൊക്കെ പോയാൽ മണ്ണിനൊക്കെ ഭയങ്കര ചൂടായിരിക്കും. അപ്പം നമുക്ക് നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ പിള്ളേർക്ക് മണ്ണിലിരുന്ന് ഇങ്ങനെ വീടൊക്കെ ഉണ്ടാക്കി കളിക്കാനായിട്ട് പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് ലേറ്റായിട്ടാണ് പോയത്. നമ്മൾ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ സ്വീകരിക്കാനായിട്ട് എത്ര പേരാന്ന് നോക്കി. മിക്കി മൗസൊക്കെ നിൽപ്പുണ്ട്. മിക്കി മൗസിൻ്റെയൊക്കെ കൂടെ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. പിള്ളേർക്കതൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. രാത്രി ആയതുകൊണ്ട് നമുക്കിതിലേക്കൂടെ നടക്കാൻ നല്ല സുഖമാണ്. ഒട്ടും ചൂടില്ല, നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് എത്ര നേരം വേണേലും ഇവിടെ ഇരുന്നാൽ നമുക്ക് മടുക്കത്തില്ല. ഞങ്ങളൊരു 3-4 മണിക്കൂർ ഇവിടെ സ്പെൻഡ് ചെയ്തിട്ടാണ് പോയത്. പിള്ളേർക്ക് വെള്ളത്തിലും മണ്ണിലും ഒക്കെ കളിക്കാൻ ഒത്തിരി ഇഷ്ടമായതുകൊണ്ട് ഞങ്ങൾ ഇടയ്ക്കൊക്കെ ഇവിടെ വരാറുണ്ട്. വരുമ്പോഴെല്ലാം ഒരുപാട് ടൈം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് പോകാറുണ്ട്. ഇതുണ്ടല്ലോ, ഇവിടെ ഒരുപാട് പിള്ളേർ ടോയ്സൊക്കെ ഇങ്ങനെ പറപ്പിക്കുന്നത്, ഇങ്ങനെ ലൈറ്റൊക്കെയുള്ള ടോയ്സ്. ഇപ്പോൾ വെക്കേഷൻ ടൈം ആയതുകൊണ്ട് കുറച്ച് തിരക്കായിരുന്നു ചെന്നപ്പോഴത്തേക്ക്. രാത്രി ആയതുകൊണ്ട് കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട്. എന്നാലും നമുക്ക് ഈ ടൈമിൽ പോകുന്നതാണ് നല്ല സുഖം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ ടൈമിൽ പോയത്. നല്ല ചൂടല്ലേ, ചൂടെന്ന് പറഞ്ഞാൽ ആ മണ്ണിൽ നിന്ന് കളിക്കാൻ പറ്റത്തില്ല പിള്ളേർക്ക്. അതുകൊണ്ടാണ് നമ്മൾ ഈ ടൈം തിരഞ്ഞെടുത്തത്. എൻ്റെ ചേച്ചിയും വെള്ളത്തിലും മണ്ണിലും ഒത്തിരി ഇരുന്ന് കളിച്ച് ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്തു. ഈ വെക്കേഷന് അടിച്ച് പൊളിക്കുക. ഇവിടെ ബോട്ടിംഗ് സർവീസ് ഉണ്ട്. ഒരാൾക്ക് 300 റുപ്പീസാണ് ചാർജ്. ഞങ്ങൾ ബോട്ടിങ്ങിന് പോയില്ല, പിള്ളേർക്ക് ഇത് കണ്ടിട്ട് പേടിയാന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ പോയില്ല. ഇവിടെ വരുന്ന മിക്കവരും ബോട്ടിങ്ങിന് പോകാറുണ്ട്. ബോട്ടിങ്ങിനും കൂടെ പോവുകയാണെങ്കിൽ ശരിക്കും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. ഞങ്ങൾ അതിലിങ്ങനെ നടന്ന് വന്നപ്പോഴത്തേക്ക് അവിടെ 2 ആൻറ്റിമാരിരുന്ന് മെഹന്തിയൊക്കെ ഇട്ട് കൊടുക്കുന്നത് കണ്ടു. അപ്പം അവർ മെഹന്തിയൊക്കെ ഇട്ട് കൊടുക്കുന്നത് കണ്ടപ്പോൾ പിള്ളേർക്കും ഒരാഗ്രഹം, അവർക്കൂടെ മെഹന്തി ഇടണമെന്ന്. അപ്പോൾ ഞങ്ങൾ അവരെ കൊണ്ട് ആ മെഹന്തി ഇടിപ്പിക്കും. 2 പേരുടെ കയ്യിലും ഇട്ട് അവർ ഇടുന്നത് കാണാൻ നല്ല രസമാണ്. ജസ്റ്റ് ആ സീല് കൊണ്ടൊന്ന് കുത്തുന്നതേ ഉള്ളൂ. പക്ഷെ അവർ നല്ല ചാർജസാണ് പറയുന്നത്. ഒരു സീലിന് അവർ 30 രൂപയാണ് അവർ പറഞ്ഞത്. നമുക്കത് ബാർഗെയിൻ ചെയ്ത് കുറച്ച് എടുക്കാൻ പറ്റും. അത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അവർ നമ്മളോട് പറഞ്ഞ ഒരു 1 വീക്കെങ്കിലും അത് നിൽക്കുമെന്നാണ്. പക്ഷേ 2 ദിവസം കഴിഞ്ഞപ്പോഴേ അത് പോയി. പിന്നെ നമുക്ക് കാണാനൊരു ഭംഗിയുള്ളതുകൊണ്ട് ഞങ്ങൾ പിന്നെ ഇടിച്ചെന്നേ ഉള്ളൂ. ഇത് കണ്ടേ, പിള്ളേർ ഇതിലെല്ലാം ഓടി നടന്ന് നല്ലതുപോലെ എൻജോയ് ചെയ്യുന്നുണ്ട്. അവർ വീട്ടിൽ നിന്ന് ഇങ്ങനെ കളിക്കാൻ വേണ്ടിയിട്ട് ടോയ്സൊക്കെ ആയിട്ട് വന്നത്, മണ്ണിൽ കളിക്കാൻ വേണ്ടിയിട്ട്.
എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. ഒരുപാട് നേരം വെള്ളത്തിൽ കളിച്ചിട്ട് അവർക്ക് മതിയാവുന്നില്ലായിരുന്നു. വീട്ടിലോട്ട് തിരിച്ചു പോകാനേ അവർക്ക് തോന്നുന്നില്ലായിരുന്നു. ഇവിടെ നമുക്ക് ഒരുപാട് ഫുഡ് ഐറ്റംസ് അവൈലബിൾ ആണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുവാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നമ്മൾ ബീച്ചിൻ്റെ പുറത്തോട്ട് ഇറങ്ങി വരുമ്പോൾ ഒരുപാട് കച്ചവടക്കാരൊക്കെ ഉണ്ട്. ഇതുണ്ടല്ലോ, നല്ല രസമുണ്ട് കണ്ണാടി കാണാനായിട്ട്. അതിന് 100 രൂപയാണ്. ഇവിടെ ഒരുപാട് ഹെയർ ബാൻഡൊക്കെ ഉണ്ട്. ഹെയർ ബാൻഡ് കാണാനൊക്കെ നല്ല ഭംഗിയാണ്. അധികം വിലയൊന്നുമില്ല. എല്ലാം 50 റുപ്പീസിൻ്റെ ഹെയർ ബാൻഡൊക്കെയാണ് ഇരിക്കുന്നത്. എല്ലാം മുത്തൊക്കെ പിടിപ്പിച്ച് നല്ല ഭംഗിയുള്ള ഹെയർ ബാൻഡൊക്കെയാണ്. ഇനി ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോസുകളായിട്ട് വീണ്ടും വരാവേ. ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.